രണ്ട് മുറി മാത്രമുള്ള ആ വീട്ടിൽ നിറയെ അവൻ്റെയും കുഞ്ഞനുജൻ്റെയും കളിച്ചിരികളായിരുന്നു. അമ്മ അടുത്തില്ലാത്തതിൻ്റെ കുറവറിയിക്കാതിരിക്കാൻ അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. വൈകിട്ട് ചെരുപ്പ് വാങ്ങണമെന്ന് അച്ഛനോട് പറഞ്ഞു പോയ കുഞ്ഞാണ്. പക്ഷേ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയ മിഥുൻ ഇനി ഒരിക്കലും മിഠായി വേണമെന്നോ ചെരുപ്പ് വേണമെന്നോ പറയില്ല. ചിത്രം വരയ്ക്കാനും മിടുക്കനായിരുന്നു അവൻ. ചേട്ടൻ പട്ടാളത്തിൽ ചേരാനായിരുന്നു ആഗ്രഹമെന്ന് അനുജൻ പറയുന്നത് നമ്മൾ കേട്ടു. മക്കളുടെ നല്ല ഭാവിക്കായി വീട് വിട്ട് വിദേശത്തേക്ക് ഹോം നേഴ്സായി ജോലിക്ക് പോയ അമ്മ സുജ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിലെത്തും. ആദ്യമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് അമ്മയുടെ മൊബൈൽ ഫോണിൽ ആ വാർത്തയും എത്തിയിട്ടുണ്ടാവും. രാവിലെ 10 മണിയോടെ മൃതദേഹം സ്കൂളിലെത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. നമുക്കൊപ്പം മിഥുൻ്റെ വീട്ടിൽ നിന്ന് TV പ്രസാദും തേവലക്കര ബോയ്സ് സ്കൂളിൽ നിന്ന് ദിലീപ് ദേവസയും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഒരു നാട് മുഴുവൻ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നിമിഷമാണ്. മിഥുൻ്റെ അമ്മ ഇന്ന് 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. ഒരുപക്ഷെ ഇതിനകം അമ്മ അറിഞ്ഞിട്ടുണ്ടാവും മകൻ്റെ മരണം. ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? പൊതുദർശനം സ്കൂളിലുണ്ട്. അവൻ പഠിച്ച സ്കൂളിൽ, അവൻ കളിച്ച സ്കൂളിൽ, അവൻ മരിച്ച സ്കൂളിലാണ് ഇന്ന് പൊതുദർശനം എന്നുള്ളത് അവൻ്റെ സഹപാഠികളെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ച് അവൻ ആരുടെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ പോയ കൂട്ടുകാരനടക്കം അവനെ കാണാൻ ഇന്ന് വരികയും ചെയ്യും. എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് TV പ്രസാദ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ? അരുൺ പറഞ്ഞതുപോലെ രാവിലെ ഗുഡ് മോർണിംഗ് അരുൺ. 8:30 കൂടിയാണ് അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. മിഥുൻ അന്ന് ഇറങ്ങിപ്പോയ ആ വീട്ടിൽ, മിഥുൻ്റെ ഒരു കൊച്ചു വീട്, ഈ വീടൊക്കെ ഒന്ന് മുടി പിടിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കുമല്ലോ ആ അമ്മ അങ്ങോട്ടേക്ക് പോയത് ജോലിക്ക് വേണ്ടി. ഇവിടെയാണ്, ഈ വീട്ടിൻ്റെ തൊട്ട് പിറകിലാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരെയും രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ തൊട്ട് പിറകിലാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മളെല്ലാവരും കാണുകയാണ്. മനുഭവനം എന്നാണ് ഈ വീടിൻ്റെ പേര്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മിഥുൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുക. വലിയ പ്രതീക്ഷയോടെ. മിടുക്കനായിരുന്നു മിഥുൻ എന്നാണ് അരുൺ ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറിപ്പോവില്ലല്ലോ. അത്രയും സ്മാർട്ടായ, മിടുക്കനായ ഒരു വിദ്യാർത്ഥി. ഇവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ഈ കുടുംബത്തിന് തന്നെ നാളെ ഒരു പ്രതീക്ഷയായി മാറേണ്ട മിഥുനാണ് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോയി അവസാനം ജീവിതം തന്നെ ഇല്ലാതാവുന്നൊരു സ്ഥിതി ഉണ്ടായത്. വേദനാജനകമായൊരു സാഹചര്യമാണ്. നമുക്ക് അവരോട് ഈ ഘട്ടത്തിലൊന്നും സംസാരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറുകയും ചെയ്യാത്തത്. ഇവിടെ പ്രദേശത്തുള്ളവർ സംസ്കാരത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കുന്നു. നമുക്ക് ഇതിൻ്റെ പിറകിലേക്ക് ഒന്ന് പോകാം. ഇവിടെയാണ്, ഈ വീടിൻ്റെ പിറകിൽ ഈ ഭാഗത്തായിട്ടാണ് സംസ്കാരം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ ബാത്റൂമിൻ്റെയും അതുപോലെ ഈ വീടിൻ്റെയും ഒരു കുഞ്ഞു വീടാണ് അല്ലേ പ്രസാദ്? അധികം സ്ഥലമില്ലാത്ത വീടാണ്, ഒരു കുഞ്ഞു വീട്. അതെ അരുൺ, അതെ. അവന് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. ഈ വീടൊക്കെ ഒന്ന് നന്നാക്കണം. ഇല്ല, ഇതാ ഈ പറയുന്ന സ്ഥലത്ത് ഇവിടെ പിന്നെ ഒരുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അതിലൊരു തീരുമാനമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്ര മാത്രമേ ഇവിടെ സ്ഥലമുള്ളൂ. ഈ ഒരു സ്ഥലത്ത് ആയിരിക്കും മിഥുൻ്റെ ചിതയൊരുക്കുക. നമുക്ക് ഈ വീടിൻ്റെ പിറകുവശമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സങ്കടകരമായ കാഴ്ചയാണ്. അടച്ചുറപ്പൊന്നും ഉണ്ട് എന്നും പറയാൻ കഴിയില്ല. വീടിൻ്റെ ഭിത്തിയൊക്കെ അടർന്നിരിപ്പുണ്ട്, ചുവരൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട്. ഈ വീടൊക്കെ നന്നാക്കണം. അതെ അരുൺ, ഇതൊക്കെ നന്നാക്കണം എന്ന ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ആ അമ്മ അങ്ങോട്ടേക്ക് പോയത്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കുടുംബമാണ്.
ഓക്കെ പ്രസാദ്, ഞാൻ മടങ്ങി വരാം. എന്തായാലും പ്രസാദ് കാണിച്ചതുപോലെ ആ വീടിൻ്റെ അവസ്ഥ പോലെ തന്നെയായിരുന്നു അവരുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും അവർ ഒരുമിച്ച് നിന്ന് ചേർന്ന് നിന്നൊരു കുടുംബമാണ്. അമ്മ കടൽ കടന്നു പോയത് ആ കുഞ്ഞിന് ഒരു മാറ്റം വരണം, ഈ വീടിനൊരു മാറ്റം വരണം എന്ന സ്വപ്നങ്ങളോട് കൂടിയാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തു. യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഓടിച്ചാടി സ്കൂളിലേക്ക് പോയ മിഥുനാണ് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് യൂണിഫോം ഇല്ലാതെ. നമുക്ക് അച്ഛൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. 2:30 പോയി, വിളിക്കാനാണ് പോയിട്ട്. 2:30 പോയി. ഇതിന് മിടുക്കനായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷയല്ലേ? ആയിരുന്നു പ്രതീക്ഷ. ഈ ഒരു കഷ്ടപ്പാടൊക്കെ ആയതുകൊണ്ടാണോ ഇതിൻ്റെ അമ്മ അങ്ങ് പോയത് അല്ലേ? നമുക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാ അങ്ങനെ പോയതാ. സങ്കടമാണ് ആ കാഴ്ചകളും. വീട് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ പോയത് പുള്ളിക്കാരി. അത്രയും മിടുക്കനായതുകൊണ്ടായിരിക്കുമല്ലോ ആ ചെരുപ്പെടുക്കാനൊക്കെ മുകളിലൊക്കെ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആശാന് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെയൊക്കെ ആണെങ്കിൽ മുളക് പറിക്കാനായാലും മാങ്ങ പറിക്കാനായാലും എല്ലാം ചാടിയും കയറും. അല്ല, അങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അത് എടുക്കാൻ. അതാ ഞാൻ ഇച്ചിരി എല്ലാത്തിനും ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കൂടുതൽ ഇവരോട്. നമ്മൾ സമാധാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്ത് പറഞ്ഞാണ് നമ്മൾ സമാധാനിപ്പിക്കാൻ? എന്ന് നമ്മൾ കൊല്ലത്തുകാരും എപ്പോഴും പറയാറുണ്ട്, ആശാനും ഭയങ്കര മിടുക്കന എന്ന് നമ്മൾ പറയുന്നത് അത്രമേൽ അച്ഛനും മോനും തമ്മിലുള്ള സൗഹൃദം കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കണം. ആ പറയുന്ന വാക്കുകളിലുണ്ട്. മാത്രമല്ല അവൻ രാവിലെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടു. പ്രസാദെ, അവൻ പഞ്ചായത്തിനെ കുറിച്ച്, ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച്, ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചൊക്കെ ക്ലാസ് മുറിയിൽ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മിടുക്കനായിരുന്നു അവൻ. കളിക്കാനാണെങ്കിലും ശരി, അവൻ്റെ ഒരു ഫുട്ബോൾ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം ഉണ്ട്. ആ ഫുട്ബോൾ അതാണ് അരുൺ. അതായത് അത്രയേറെ കുട്ടികൾ അവിടെ നിൽക്കുമ്പോഴും ആ ചെരുപ്പെടുക്കാൻ മിഥുൻ കയറണമെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായിരിക്കണം, ഏറ്റവും സ്മാർട്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ ഒരു റിസ്കിന് മെനക്കിടുകയുള്ളൂ ഉറപ്പായിട്ടും. ഇതുപോലെയുള്ള ഈ വീടൊക്കെ നാളെ നന്നാക്കാനും ഈ വീട് എല്ലാം നോക്കാനും ഒക്കെയുള്ള ആളായിരിക്കണം. ഓക്കെ, എന്തായാലും അത് വേദനിപ്പിക്കുന്ന സംഭവമായി പോയി. ഇന്നിപ്പോൾ മിഥുൻ തിരിച്ച് ഓക്കെ ടി വി പ്രസാദ്, ഞാൻ മടങ്ങി വരാം. നമുക്ക് ടി വി പ്രസാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ മിടുക്കനായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ അവൻ്റെ അച്ഛൻ പറയുന്നത് പോലെ കുറച്ച് ആവേശമൊക്കെ ഉള്ള ആളാണ്. എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കും. മാങ്ങ പറിക്കാനാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, എവിടെ കണ്ടാലും പെട്ടെന്ന് ചാടിക്കയറുന്ന, മിടുക്കനായിട്ട് എല്ലാത്തിനും ഇറങ്ങുന്ന. സ്വന്തം കൂട്ടുകാരൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത്. അവൻ്റെ സ്വന്തം ചെരുപ്പ് പോലുമല്ല. അച്ഛനോട് വൈകുന്നേരം പറഞ്ഞതാണ് എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ പോകണം എന്നൊക്കെ.